കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു. വ്യാപക പ്രതിഷേധമാണ് പോസ്റ്റിന് താഴെയുണ്ടാകുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടാകുന്നത്. അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന തരത്തിലുള്ള ഈ കേന്ദ്രമന്ത്രിയുടെ ഈ വാദം ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? അവന് തീർച്ചയായും, അതായത് കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നത് അദ്ദേഹത്തിന് ഒട്ടും തന്നെ അതേക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം കേരളത്തിൽ മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ല. അതിനപ്പുറത്തേക്ക് മഴ പെയ്താൽ പ്രളയം എന്നൊരു തരത്തിലുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട്. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ഏകദേശം 1 മണിക്കൂർ മുൻപാണ് അദ്ദേഹത്തിൻ്റെ FB പേജിലൂടെ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിന് താഴെ വലിയ തോതിലുള്ള പ്രതിഷേധവും ട്രോളും ഒക്കെ നിറഞ്ഞ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നതിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു, NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതും ഏവരും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം ആ രീതിയിൽ ഇവിടെ കേരളത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പ്രചരണ സമയത്ത് സംസാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയില്ല. പലരും ഇതിലിപ്പോൾ മന്ത്രി V ശിവൻകുട്ടി അടക്കം പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു മന്ത്രി, അതായത് കേന്ദ്രമന്ത്രിയുടെ ഇത്തരത്തിലുള്ളൊരു നിലപാടിനെതിരെ ഏവരും വലിയ തരത്തിലുള്ള രോഷപ്രകടനം തന്നെയാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും 2018 സിനിമ ഇപ്പോൾ കണ്ടതുകൊണ്ടാണോ ഇനിയിപ്പോൾ അത് പ്രളയം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്ന തരത്തിലൊക്കെ ജനങ്ങൾ ട്രോളുന്നുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തെക്കുറിച്ച് എന്താണ് ഇദ്ദേഹത്തിന് അറിയുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിൽ ഏറെ പ്രസക്തമാകുന്ന കാര്യം, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തെ നന്നായി അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ, നിങ്ങളിൽ ഒരാളാണ് ഞാൻ എന്ന അവകാശവാദത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നത്. ഷീജ, ഇപ്പോൾ ഈ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം പ്രകാരം അദ്ദേഹം ഇത്തരം നിരവധി പേരുടെ പ്രതിഷേധമാണ് ഈ ഒരു പോസ്റ്റിന് താഴെ എത്തിയത്. ഒരുപാട് പേര് കമന്റുകൾ പ്രതിഷേധിച്ചുകൊണ്ട് കമന്റുകൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം പ്രകാരം അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും 2018 ഒരു പ്രളയം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ ആണെങ്കിലും BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നിരവധി പ്രചാരണമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു തരത്തിൽ ഇപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ പ്രളയമുണ്ടായി എന്നും അതിൽ ഒത്തിരി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഒരു കേന്ദ്രമന്ത്രി കൂടെയായ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ സ്വാഭാവികമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുക എന്നത്. ഇപ്പോൾ ഏറ്റവും പ്രസക്തമാണ് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത് എന്നത്. തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധം ശക്തിപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആ പോസ്റ്റ് മുക്കേണ്ടി വന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു വസ്തുത എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ, അവന് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം 2018 ഒരു പ്രളയം ഉണ്ടായപ്പോൾ തന്നെ അതിനെതിരെ വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ ആ ഒരു പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നടന്നിരുന്നു. അതിന് സമാനമായ രീതിയിൽ ജനങ്ങളെ ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സമീപനമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിലൂടെ അദ്ദേഹം നടത്തിയത്. അത് ജനം ഒന്നടങ്കം തള്ളി അതിനെതിരെ വലിയ തരത്തിലുള്ളൊരു ജനരോക്ഷം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിന് താഴെയായി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ എടുത്തു പറയുന്ന ചില കമൻറ്റുകൾ മാത്രം വായിക്കാം. ഇതിൽ ഇയാൾ എവിടുത്തുകാരനാണ്, എവിടെയാണ് പ്രളയം, കഷ്ടം തന്നെയാണ്, അദ്ദേഹം ഇവിടെ മത്സരിച്ചൊരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനത്തോടെങ്കിലും ചോദിച്ചുകൂടെ മുതലാളി എന്ന തരത്തിലുള്ള ഒക്കെ കമന്റുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ശക്തിപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പോസ്റ്റ്. അതും ഇവിടെ പ്രളയമുണ്ടായി, പ്രളയത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നടക്കം ഉള്ള തരത്തിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പങ്കുവച്ച ഈ ഒരു FB പോസ്റ്റ് ഇപ്പോൾ അദ്ദേഹം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.
തീർച്ചയായും കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു. വ്യാപക പ്രതിഷേധമാണ് പോസ്റ്റിന് താഴെയുണ്ടായത്. ഇതിന് പിന്നാലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ഷീജ നൽകിയത്.